നമ്മുടെ NK പ്രേമചന്ദ്രൻ എംപിയോട് നരേന്ദ്രമോദിക്ക് എന്താ ഇത്ര സ്നേഹം? പ്രേമചന്ദ്രന് നരേന്ദ്രമോദിയോട് എന്താ ഇത്ര ഒരു ഭക്തി? അതുകൊണ്ടാണ്. കാരണം അപ്രതീക്ഷിതമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ പ്രേമചന്ദ്രനെ വിളിക്കുന്നു. പ്രേമചന്ദ്രനെ മാത്രമല്ല, വേറെയും കുറേ 8 പേര്, ആകെ 8 പേര്. 8 പേര് ക്യാൻറ്റീനിലാണ്. വേറെ പോഷ് ഇവരും വിചാരിക്കുന്ന പോലെ വലിയ 5 സ്റ്റാർ പാർലമെന്റ് ക്യാൻറ്റീനിലാണ്. പ്രേമചന്ദ്രൻ പറയുന്നത് അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നു, പെട്ടെന്ന് തോന്നി ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഈ 500 MP-മാരിൽ നിന്ന്, അത് സൗത്തിൽ നിന്ന് പ്രേമചന്ദ്രൻ മാത്രം. RSPക്ക് ഒരു MP ഇല്ലേ ഉള്ളൂ. ഓ, അതായിരിക്കാം. പ്രേമചന്ദ്രൻ ഒറ്റയാനും കൂടെയാണ്. അതെ അതെ. UDF-ലാണ്, പക്ഷേ UDF-ലെ ഒറ്റയാനാണ്. LDF-ൽ നിന്ന് UDF-ലേക്ക് അനായാസം മാറിയ ആളാണ്. എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഒരു പാർട്ടിയെ കൊണ്ടുപോയ ആളാണ്. അതെ. അപ്പോൾ പ്രേമചന്ദ്രൻ മാറാം. ഇനിയിപ്പം കൊല്ലത്തിലെ ഉദ്ഘാടനത്തിന് പ്രേമചന്ദ്രൻ നേരിട്ട് ഗഡ്കരിയെ ക്ഷണിച്ചെന്നോ മോദിയെ ക്ഷണിച്ചെന്നൊക്കെ പറഞ്ഞ് വഴക്കം. മോദി വന്നല്ലോ, മറ്റേ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ പ്രേമചന്ദ്രൻ ഇപ്പോൾ BJP പോകുന്നൊക്കെ പറഞ്ഞ് പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വല്ലാതെ പേടിപ്പിച്ച് കഴിയുമ്പോൾ പ്രേമചന്ദ്രൻ എന്നാൽ പിന്നെ അങ്ങ് പോയാലെന്താ? ഏതായാലും പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. പുള്ളിയുടെ പാർട്ടി എന്ന് പറയുന്നത് പുള്ളി നിയന്ത്രിക്കുന്നിടത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. അതെ, വേറെ ആരും ഇല്ല അതിൽ. അപ്പോൾ പ്രേമചന്ദ്രൻ അനിഷേധ്യനായ നേതാവാണ്. പ്രേമചന്ദ്ര നേതാവെ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. ഇപ്പോൾ വോട്ട് ചെയ്യുന്നവരും പ്രേമചന്ദ്രൻ RSP ആയതുകൊണ്ടൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. ഈ RSP എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ? റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഇവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി ഇതിന് കൈ കണക്കില്ല. ബംഗാളി CPM-ന്റെ പണിക്കുറ്റം തീർന്ന് അപ്പോഴാണ് RSP. അപ്പോൾ പ്രേമചന്ദ്രൻ മാറിയതുകൊണ്ട് പ്രേമചന്ദ്രൻ്റെ വോട്ടർമാർ മാറാൻ പോണില്ല. UDF-ന്റെ വോട്ടൊന്നുമല്ല പ്രേമചന്ദ്രന് കിട്ടുന്നത്, വ്യക്തിപരമായ വോട്ടാണത്. അപ്പോൾ അത് പ്രേമചന്ദ്രൻ BJP ആയി കഴിഞ്ഞാലും അവർ പ്രേമചന്ദ്രൻ വോട്ട് ചെയ്യും. ഇരിക്കട്ടെ, നമ്മുടെ ഒരു ആളല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടുതലും നായന്മാരുടെ വോട്ടാണ് കിട്ടുന്നത്. അത് സുഭിക്ഷമായിട്ട് പ്രേമചന്ദ്രൻ ജീവിക്കുന്നു. ഒറ്റയ്ക്കാണ്, പക്ഷേ സുഭിക്ഷമാണ്. പിന്നെ ഈ ചതുരവടമിൽ ഈ വായിൽ പ്രിൻറ്റിങ് പ്രസ്സൊക്കെ വെച്ച് സംസാരിക്കും എന്നുള്ളതാണ് ആകെ ഒരു കുഴപ്പം. ആ പ്രസ്സൊന്നും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവും പ്രേമചന്ദ്രൻ. അച്ചടി ഭാഷയാണ്. അല്ല, അത് ഓരോരുത്തരുടെ രീതിയല്ല. ദേ വാണ്ടഡ് ടു ഗിവ് ആൻ ഇമേജ് ദാറ്റ് ദേ ആർ സ്പീക്കിംഗ് ഇൻ. പക്ഷെ അത് ശീലമായി പോയി എന്ന് തോന്നുന്നു. ശീലമായി പോകും. പ്രേമചന്ദ്രന് വീട്ടിലൊക്കെ പ്രേമചന്ദ്രൻ്റെ ഭാര്യയൊക്കെ വല്ലാതെ വിഷമിക്കും. കുറേ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും, അല്ല കാര്യം എന്താന്ന് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു തർജ്ജമക്കാരനെ വേറെ വയ്ക്കും. ഈ ഭർത്താവ് പറയുന്നത് എന്താണെന്ന് ഭാര്യയോട് പറയാൻ വേണ്ടിയിട്ട് ഒരു തർജ്ജമക്കാരനെ വയ്ക്കേണ്ടി വരും. എനിവേ, ജോക്സ് എ പാർട്ട്, he is a human being, MP, and he is alone. Technically he is alone. അപ്പോൾ മോദി നോട്ടമിട്ടാൽ കുറ്റം പറയാൻ മികച്ച പാർലമെന്റേറിയൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പുള്ളി. മോദി അതും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഉണ്ട്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പ്രേമചന്ദ്രൻ നിലവിട്ട് പെരുമാറാറില്ല പാർലമെൻറ്റിൽ. അതെ അതെ, ജെന്റിൽമാനാണ് പുള്ളി. ഈ കൈതെറുത്ത് ചാടുക, വെല്ലിൽ പോയി ബഹളം വയ്ക്കുക, കച്ചറ ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. എക്സ്ട്രീം കേസിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം. കഴിഞ്ഞ സസ്പെൻഷൻ്റെ ലിസ്റ്റിൽ പ്രേമചന്ദ്രനും ഉണ്ടായിരുന്നു തോന്നുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലക്കാർഡ് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് സർവകക്ഷിയും സ്പീക്കറും ഒക്കെ ചേർന്ന് ചട്ടം ഉണ്ടാക്കി, എന്നിട്ട് പോയി പ്ലക്കാർഡ് പിടിച്ചു. അപ്പോഴാണ് ഈ സസ്പെൻഷൻ വരുന്നത്. പ്ലക്കാർഡ് പാടില്ല എന്ന് എല്ലാവരും കൂടെ ഇരുന്ന് തീരുമാനിച്ചതാണ്. സ്പീക്കർ പറഞ്ഞു, ശരി, ഞാൻ ലോക്സഭാ ചട്ടങ്ങളിൽ അത് എഴുതി ചേർക്കണം. ധൈര്യമായിട്ട് എഴുതി ചേർത്തു. ഇനി പ്ലക്കാർഡില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പ്ലക്കാർഡ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ പണി കിട്ടി. അപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത്, എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേ പറയുമായിരുന്നു പ്ലക്കാർഡ് അനുവദിക്കണം, ഞങ്ങളത് കാണിക്കും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ശരി, പ്ലക്കാർഡിൻ്റെ സൈസ് നമുക്ക് തീരുമാനിക്കും. ഇതിലും വലിയ സാധനം ആളെ മറയ്ക്കുന്ന രീതിയിൽ, സ്പീക്കറെ മറയ്ക്കുന്ന രീതിയിൽ പാടില്ല, ചെറിയ പ്ലക്കാർഡ് ആവാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തീരുമാനിക്കാമായിരുന്നു. അന്ന് ആരും ഈ പരിപാടി തന്നെ നിർത്തിയേക്കുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ വീണ്ടും കാണിക്കുന്നു ഇങ്ങനെയൊക്കെ. ബട്ട് അതൊക്കെ ഇരിക്കുമ്പോൾ പോലും പ്രേമചന്ദ്രൻ ഒരു ഒറ്റയാനാണ്. ഈ ഗോഡ് ഫാദർ നോവലുണ്ടല്ലോ, മരിയോ പൂസോ, അതിൽ ഗോഡ് ഫാദർ പറയുന്നുണ്ട്, എവറി മാൻ ഓർ വുമൻ ഹാസ് എ പ്രൈസ് ടാഗ് ഓൺ ഹിസ് നെക്ക്, യു പേ ദാറ്റ് യു ക്യാൻ പർച്ചേസ്. ഗോഡ് ഫാദറാണ്. അതെ അതെ. ഗോഡ് ഫാദർ പല ഓപ്പറേഷൻസൊക്കെ നടത്തുമ്പോൾ ആൾക്കാർ
അത് നടക്കൂല സാറേ, അവനെ പിടിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കഴുത്തിലുണ്ട്. അവനൊരു പ്രൈസ് ടാഗ് ഉണ്ട് കഴുത്തിൽ, അത് വായിക്കാനുള്ള സാമർഥ്യം നിനക്ക് വേണം, അത് കൊടുത്താൽ അവൻ വരും. ഈ പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ മോശം കാര്യം എന്ന് വിചാരിക്കേണ്ട. അതെ, പൈസ അല്ലെങ്കിൽ സൗകര്യങ്ങൾ, മദ്യം, സൗകര്യങ്ങൾ, അങ്ങനെ അല്ലാതെ അതല്ലാതെയുള്ള പ്രൈസ് ടാഗ്. ചിലപ്പോൾ ഒരു പരിഗണന മതിയാവും, മന്ത്രിസ്ഥാനം മതിയാവും. മന്ത്രിസ്ഥാനം മോഹി എന്നൊന്നും വിചാരിക്കേണ്ട. അതല്ലെങ്കിൽ ഒരു പ്രേമേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകം നിലപാടുകളായിരിക്കും പ്രേമേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ ന്യൂനപക്ഷ പദവിയുണ്ടല്ലോ, പ്രൈവറ്റ് കോളേജുകൾ കൊടുക്കുന്ന ന്യൂനപക്ഷ പദവിക്കെതിരെ പ്രേമേന്ദ്രൻ പ്രസംഗിച്ചിട്ടുണ്ട് പണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോയി. പ്രേമേന്ദ്രനും സുരേഷ് കുറുപ്പും, ഈ രണ്ടുപേരും. ഇദ്ദേഹം CPM-ലായിരുന്നു, പ്രേമേന്ദ്രൻ അന്ന് LDF-ലാണ്, RSP ആണ്, പക്ഷേ LDF-ലാണ്. ഞാൻ ലോക്സഭാ ഡിബേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സുദീർഘമായ 2 പ്രസംഗങ്ങൾ സുരേഷ് കുറുപ്പിൻ്റെയും പ്രേമേന്ദ്രൻ്റെയും. 2 പേരും ഈ ന്യൂനപക്ഷ പദവി മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. TMFI കേസിന് മുമ്പാണോ? അതിനുശേഷം ഈ ന്യൂനപക്ഷ പദവി എന്ന് പറയുന്ന സങ്കല്പം തന്നെ തെറ്റാണ്, ഇത് കൊടുക്കാൻ പാടില്ലാത്തതാണെന്ന് ലോജിക്കലായിട്ട്. സുരേഷ് കുറുപ്പിൻ്റെ വേറെ ലോജിക്കാണ്, പ്രേമേന്ദ്രൻ്റെ വേറെ ലോജിക്കാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇതൊക്കെ അറിയാം. സുരേഷ് കുറുപ്പിനെ അറിയാൻ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായിരുന്നു പ്രേമേന്ദ്രനും. ഈ പറഞ്ഞ പോലെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണല്ലോ ഇപ്പോൾ. അതെ, കാരണം ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അപൂർവം മലയാളികളിൽ ഒരാൾ പ്രേമേന്ദ്രനാണ്. ഡെഡിക്കേഷൻ ഉണ്ട്. എല്ലാവരും 0 ഓവറിൽ ബഹളം വയ്ക്കാൻ എല്ലാവരും ഉണ്ട്. കാരണം വീഡിയോയിൽ വന്നിട്ട് ഞാൻ നേതാവ്, അതേത് കൊടിക്കുന്നിൽ സുരേഷിനും പറ്റും. TN പ്രതാപൻ പറഞ്ഞില്ലേ, വിരലി ചൂണ്ടി സംസാരിച്ചു. ഇതൊക്കെ ബഹളം. ഇത് കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് ബില്ലിൻ്റെ ചർച്ച വരുമ്പോൾ ഉണ്ടല്ലോ, ഇവരാരും ഉണ്ടാവില്ല. പ്രേമേന്ദ്രൻ അപ്പോഴും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നല്ലത് ചീത്തയാണെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു ബില്ല് പഠിച്ചിട്ട് അതിനെ വിമർശിക്കുകയോ അതിൻ്റെ ക്ലോസ് ബൈ ക്ലോസ് ഉള്ള ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് വലിയ തലവേദന. അല്ല, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച MP ഒരു പക്ഷേ പ്രേമേന്ദ്രനായിരിക്കും. അതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആ സ്റ്റാറ്റിസ്റ്റിക്സ് പെർഫോമൻസ് വൈസ് ആണ്. ഈ പറഞ്ഞ പോലെ ചിലർക്ക് അവരുടെ പ്രിൻസിപ്പിൾസാണ് വലുത്. ആ പ്രിൻസിപ്പിൾസ് അതിലേക്ക് നമുക്കൊരു ആക്ട് കൊണ്ടുവരാം, അല്ലെ ഭേദഗതി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസയോ മന്ത്രിസ്ഥാനമോ സംഗതിയോ ഒന്നും വേണമെന്നില്ല. അപൂർവം ചില മനുഷ്യർ ഇപ്പോഴും തങ്ങളുടെ പ്രിൻസിപ്പിൾസിന് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇതെല്ലാം കൊണ്ട് തീ പിടിക്കാതെ നിൽക്കുന്നത്. കുറച്ച് നന്മ നിറഞ്ഞവരുള്ളവരുണ്ട്. അതെ, ഇന്നലത്തെ വിരുന്നിനെക്കുറിച്ച് പ്രേമേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മോദിയോട് കൂടുതൽ ആരാധന തോന്നി. കാരണം പ്രേമേന്ദ്രൻ പറയുകയാണ്, പാർലമെൻറ്റിലെ ക്യാൻറ്റീനിലെ ഒരു ചെറിയ മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ 7 പേർ ഇരുന്നു. അതിൽ പ്രേമേന്ദ്രനെ കൂടാതെ ഭൂരിപക്ഷം BJP-ക്കാരും പിന്നെ ഒരു BSPയുടെ MP ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയാണല്ലോ കൂടെ ഇരിക്കുന്നതെന്ന് കരുതി ഞങ്ങളിങ്ങനെ മിണ്ടാതെ ഭയഭക്തി ബഹുമാനത്തോടെ ആണ് ഇരുന്നത്. വിളിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത്. പിന്നെ അദ്ദേഹം തമാശയൊക്കെ പറഞ്ഞ് അന്തരീക്ഷം ലഘുവാക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദിനചര്യ പറഞ്ഞു, ഞാനൊരു ദിവസം പണി തീരുന്നത് എപ്പോൾ രാത്രിയിൽ പണി തീരുന്നതോ അപ്പോഴാണ് ഉറങ്ങുക. 3 മണിക്കൂറൊക്കെ ഉറങ്ങത്തുള്ളൂ. വെളുപ്പിനെ എണീക്കും, യോഗ ചെയ്യും, രാവിലെ ഉച്ചയ്ക്കും ലഘുഭക്ഷണമാണ്, വൈകിട്ട് ചിലപ്പോൾ ഒരു സൂപ്പ് കഴിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ അന്തരീക്ഷം ലൈറ്റാക്കി. പ്രധാനമന്ത്രി ഇവരുടെ കരൾ കവർന്നു എന്ന് പറഞ്ഞാൽ പറയാതെ പ്രേമൻ പറയുന്നത് അതാണ്. മോദിയുടെ ഒരു നല്ലൊരു ചിത്രം തരുന്നുണ്ട് പ്രേമേന്ദ്രൻ. ആയിരിക്കാം. ഇങ്ങനെ ഈ മോദി ചെയ്യുമ്പോൾ അതിന് ഒരുപക്ഷെ ഒരു പർപ്പസ് ഉണ്ടാവും. അതാണ്. വാജ്പേയി ആണെങ്കിൽ ഞാൻ ഇതിനൊരു പർപ്പസും ഇല്ല എന്ന് പറയും. വാജ്പേയി ഇത് എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്ന ആളാണ്. അതെ. PC ചാക്കോ എന്നോട് പറഞ്ഞ ഒരു കഥയുണ്ട്. ഞാൻ ഒരു TV ഡിബേറ്റ് കഴിഞ്ഞ് വരുമ്പോഴാണ്. അപ്പോൾ PC ചാക്കോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ BJP ഇതിന് മാത്രമേ എതിർക്കുന്നു, വാജ്പേയി മാത്രമേ എതിർക്കില്ല. വാജ്പേയി നല്ല, BJP മോശം, വാജ്പേയി നല്ല, തെറ്റായ പാർട്ടിയിലെ ശരിയായ മനുഷ്യൻ. എന്താ ഇതിങ്ങനെ? പുള്ളി പറഞ്ഞു, മോഹൻദാസ് വാജ്പേയി വിമർശിക്കാൻ പ്രയാസമാണ്. അത് പറഞ്ഞു. ഒരിക്കൽ ഫോറിൽ പോയപ്പോൾ ആ ഡെലിഗേഷനിൽ വാജ്പേയിയുണ്ട്, PC ചാക്കോയുണ്ട്, PJ കുര്യനുണ്ട്. അപ്പോൾ വാജ്പേയി സന്ധ്യയ്ക്ക് ഇവരോട് പറഞ്ഞു, രാത്രി എൻ്റെ മുറിയിൽ വന്നാൽ മതി, ഭക്ഷണം നമുക്ക് അവിടെ ആക്കാം. ശരി. ഇവരൊരു 8:45 രണ്ടുപേരും PJ കുര്യനും PC ചാക്കോയും വാജ്പേയിയുടെ മുറിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്റ്റൈലൻ വിദേശ മദ്യം, ഗ്ലാസ്, അത് ഇതൊക്കെ റെഡി. അപ്പോൾ വാജ്പേയി ഒഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ PC ചാക്കോ പറഞ്ഞു, ഞാൻ കുടിക്കാറില്ല. വാജ്പേയി ഒന്നും മിണ്ടിയില്ല. 3 ഗ്ലാസ്സിലും ഒഴിച്ചു.
PJ കുര്യൻ ഒന്നും മിണ്ടാതെ കുടിക്കാൻ തുടങ്ങി, വാജ്പേയി കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് വാജ്പേയി PJ കുര്യനോട് പറഞ്ഞു, അതേ, കേരളത്തിലെ ആൾക്കാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, അവർ ഭൂരിഭാഗം പേരും കുടിക്കുന്നവരല്ല. അതിലെ എക്സെപ്ഷനാണ് PJ കുര്യൻ. റൂൾ എന്ന് പറയുന്നത് PC ചാക്കോയാണ്, എക്സെപ്ഷനാണ് PJ കുര്യൻ. ശരിയല്ലേ എന്ന് ചാക്കോയോട് ചോദിച്ചു. PJ കുര്യൻ മലയാളത്തിൽ പറഞ്ഞു, എടുത്ത് പിടിപ്പിക്കുക, ചുമ്മാ കൂടുതൽ പറയിപ്പിക്കാതെ ഞാൻ PC ചാക്കോ പറഞ്ഞു, പിന്നെ ഞാൻ സ്റ്റൈൽ അടിക്കൊന്നും പോയി. അപ്പോൾ ഈ വാജ്പേയിയുടെ ഒരു സ്റ്റൈല് വേറെയാണ്. ഇതിന് രാഷ്ട്രീയ ഉദ്ദേശമോ സംഗതിയോ ഒന്നുമില്ല. പക്ഷേ പുള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ആള് കളിച്ച് ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി അത് PC ചാക്കോ പറഞ്ഞു, പുള്ളി എൻ്റെ അവർക്ക് നോക്കുന്നേ ഇല്ല, പുള്ളി കുര്യനോടാണ് സംസാരിക്കുന്നത്, എന്നിട്ട് ശരിയല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. അതോടെ കുര്യൻ പറഞ്ഞു, വെറുതെ കച്ചറ ഉണ്ടാക്കാതെ ഇതിൽ കൂടുതൽ തമാശകൾ വരും പുള്ളിയുടെ. ഭയങ്കര ചാട്ടുളി പോലെ സംസാരിക്കുക, അതേസമയം അത് തമാശയായിരിക്കുകയും ചെയ്യും, ചിരി വരും നമുക്ക്, നമ്മളെയാണ് കുത്തുന്നതെങ്കിൽ. ഇതൊക്കെയാണ് വാജ്പേയിയുടെ സാമർഥ്യം. പക്ഷേ അദ്ദേഹത്തിന് അതിനൊരു പൊളിറ്റിക്കൽ പർപ്പസ് ഇല്ല. പൊളിറ്റിക്കൽ പർപ്പസിന് വേറെ കളി കളിക്കും പുള്ളി. പക്ഷെ മോദി അങ്ങനെയല്ലോ, മോദിക്ക് മോദിയുടേതായ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇന്നലത്തെ ഈ വട്ടമേശ 7-8 പേര് പങ്കെടുത്ത ഈ വിരുന്നിൻ്റെ ക്യാൻറ്റീനിലായോണ്ട് വിരുന്ന് മോദി പക്ഷേ ഈ ഇതിനൊന്നും ഇല്ലില്ല. അല്ല, ഇന്നലെ ക്യാൻറ്റീനിൽ, പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നടന്ന ഈ സ്വീകരണത്തിന്, ഭക്ഷണം കഴിക്കലിന് എന്തായിരിക്കും മോദിയുടെ മനസ്സിൽ? ഒന്നും ഉണ്ടാവില്ല. ഈ ചർച്ച ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതാണ്. അത് പ്രേമേന്ദ്രന് പാരയാവുമോ? പാരയൊന്നും ആവില്ല. അന്ന് പ്രേമേന്ദ്രൻ ബോൾഡായിട്ട് ഇപ്പോൾ BJP ചേർന്നാൽ എന്ത് ചെയ്യും? ആരെ ചോദിക്കാൻ പ്രേമേന്ദ്രനോട്? RSPയുടെ തലവനാരാ? പ്രേമേന്ദ്രൻ. പിന്നെ പ്രേമേന്ദ്രനോട് ആരാ ചോദിക്കുന്നത്? കൊല്ലത്ത് ജയിക്കും എന്നുള്ളത് 110% ഉറപ്പാണ്. കൊല്ലത്തെ സ്ഥാനാർത്ഥി പ്രേമേന്ദ്രൻ, തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ശശി തരൂർ, തൃശ്ശൂർ സുരേഷ് ഗോപി. എന്താ കുഴപ്പമുണ്ട്? പത്തനംതിട്ട PC ജോർജ്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. RSPക്കാണ് സ്വന്തമായിട്ടൊരു ചിഹ്നം പോലും ഇല്ല. ഇപ്പോൾ താമര നല്ല ചിഹ്നമാണ്. വിരുന്ന് ഫലം കാണുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അടുത്ത ദിവസങ്ങളിൽ മോദി ചിലപ്പോൾ ശശി തരൂരിനായിരിക്കും ക്ഷണിക്കുന്നത്. അത് ഉച്ചയ്ക്കായിരിക്കില്ല, വൈകുന്നേരം ആയിരിക്കാം, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കാം. ഇതൊക്കെ അതിൻ്റെ ഒരു നമ്മുടെ TG പറയുന്ന പോലെ നമ്മുടെ കാർന്നോർ കരുക്കൾ നീക്കുന്നുണ്ട്. കരുക്കൾ നീക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നും കാർന്നോർക്കില്ല. കാർന്നോരുടെ ഹിതമനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഇങ്ങോട്ട് ആ പരിപാടി നോക്കിയാൽ മതി. ബോർഡിലേക്ക് നോക്കുമ്പോൾ തന്നെ കരുക്കൾ അതിൻ്റെ. അപ്പോൾ റൂക്കും ബിഷപ്പും പോണും എല്ലാം കൂടെ ഒക്കെ വേണ്ട രീതി എന്താണെന്ന് കൊളുത്തുന്നു. പക്ഷേ ഇത് കാരണവർ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. മറ്റേ മെഷീനുണ്ട് കൂടെ. അമിത്ഷാ ഇവിടെ വരുന്നുണ്ടല്ലോ താമസിയാതെ. കണ്ടു നോക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.